ongoing thing. ഹലോ ഫ്രണ്ട്സ്, +2 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.4ൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എക്സസൈസ് 1.4ലെ 1ഉം 2ഉം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൺസിഡർ ദ ബൈനറി ഓപ്പറേഷൻ. മറ്റൊരു സിമ്പിളാണ്. നമ്മൾ ഇത്രയും നേരം സ്റ്റാർ ആണ് പഠിച്ചത്. അപ്പോൾ വേറൊരു സിമ്പിൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് 1 2 3 4 5 ഡിഫൈൻഡ് ബൈ എ ബൈനറി ഓപ്പറേഷൻ എ ഓപ്പറേഷൻ ബി ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എ കോമ ബി. അതായത് എ കോമ ബിയിലെ മിനിമം വാല്യൂ. അതായത് ഇപ്പോൾ 1,2 ആണെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? മിനിമം എന്ന് പറയുമ്പോൾ ചെറുതെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. 1,2ലെ മിനിമം ഏതാണ്? 1 ആണ്. അപ്പോൾ എ സ്റ്റാർ ബി അല്ലെങ്കിൽ 1 എന്ന് പറയുന്നത് 1 വരും. അങ്ങനെ മിനിമം ഓഫ് എ കോമ ബി. റൈറ്റ് ദ ഓപ്പറേഷൻ ടേബിൾ ഓഫ് ദ ഓപ്പറേഷൻ. ഇതിൻ്റെ ഓപ്പറേഷൻ ടേബിൾ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ടേബിൾ എന്ന് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അതുപോലൊരു ടേബിൾ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടേബിളാണ്. അപ്പോൾ ഈ ടേബിളിൽ വരയ്ക്കാനായിട്ട് നമുക്കിവിടെ ഉള്ളത് 5 എലമെൻറ്റ്സ് ആണ്. അതായത് 5 എലമെൻറ്റ്സ് ആണ് നമ്മുടെ സെറ്റിലുള്ളത്. അപ്പോൾ 5നോട് 1 കൂട്ടിയിട്ട് 6 എലമെൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ 6 കോളവും 6 റോസും വരുന്ന ഒരു ടേബിൾ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ മദർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ആണ് ഉള്ളത് അതിനോട് 1 കൂട്ടിയിട്ട് ആ നമ്പറിലുള്ള റോസും കോളംസും ഉള്ള ഒരു ടേബിൾ വരയ്ക്കുക. അപ്പോൾ 6 റോസും 6 കോളംസും ഉള്ള ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞു. 6 റോസും 6 കോളംസും ഉണ്ട് ഇതിന്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ബൈനറി ഓപ്പറേഷൻ്റെ സിമ്പൽ ഈ മൂലയ്ക്ക് എഴുതുന്നു. ഏറ്റവും ഇപ്പുറത്തുള്ള ഈ മൂലയ്ക്ക് നമ്മൾ ബൈനറി ഓപ്പറേഷൻ്റെ സിമ്പൽ എഴുതുന്നു. നമ്മുടെ സെറ്റ് ഉണ്ടല്ലോ 1 2 3 4 5 സെറ്റ് ഇങ്ങോട്ടും എഴുതുന്നു, താഴോട്ടും എഴുതുന്നു. അപ്പോൾ 1 2 3 4 5 താഴോട്ടും അതേപോലെ തന്നെ 1 2 3 4 5. ടേബിൾ വരയ്ക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താ ചെയ്യുക? 1 × 1 1 1 × 2 2 2 × 3 6 അങ്ങനെ തന്നെയാണ് എല്ലാ കോളം പൂരിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷന് പകരം വേറെ ഓപ്പറേഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ 1 ഓപ്പറേഷൻ 1 എന്താ വരിക? 1 ഓപ്പറേഷൻ 1 എന്ന് പറയുമ്പോൾ മിനിമം ഓഫ് 1 ആണ്. ഇപ്പോൾ 1,1 ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ മിനിമം ഓഫ് 1 ആണ് നമ്മൾ നോക്കേണ്ടത്. 1 2ഉം ഈക്വൽ ആണ്. അപ്പോൾ മിനിമം ഓഫ് 1 എത്ര തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ഇനി 1,2ൽ മിനിമം ഏതാണ്? 1 ആണ്. 1,3ലും 1 ആണ്. 1,4ലും 1 ആണ്. 1,5ലും 1 ആണ്. കാരണം 1 ഏതിനോട് ഓപ്പറേറ്റ് ചെയ്താലും ഏറ്റവും ചെറിയ നമ്പർ 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ തിരിച്ച് 2 ഓപ്പറേഷൻ 1 മിനിമം ഏതാണ്? 1 ആണ്. 3 ഓപ്പറേഷൻ 1 മിനിമം 1 ആണ്. 4 ഓപ്പറേഷൻ 1 തന്നെയാണ്. 5 ഓപ്പറേഷൻ 1 തന്നെയാണ്. അപ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള നമ്പർ 1 ആണ്. ഇനി 2 ഓപ്പറേഷൻ 2ൽ മിനിമം ഏതാണ്? രണ്ടും ഒരേ നമ്പറാണ്. അതുകൊണ്ട് 2 തന്നെ വരും. 2,3ൽ ഏതാ വരിക? ചെറിയ നമ്പർ 2 ആണ്. 2,4ൽ ചെറിയ നമ്പർ 2 ആണ്. 2,5ലും ചെറിയ നമ്പർ 2 ആണ്. ഇങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോൾ 3,2ൽ ചെറിയ നമ്പർ 2 ആണ്. 4,2ലും 2 ആണ്. 5,2ലും 2 ആണ്. ഇനി 3,3ൽ ഏതാ വരിക? 3 ആണല്ലേ വരുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ വന്ന് കാണും. അടുത്തത് 2ഉം 3 തന്നെ വരും. ഇവിടെ ഈ താഴോട്ടും 3 തന്നെ വരും. കാരണം 3 ആണ് പിന്നീടുള്ളതിൽ ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത്. 4,4 ആണെങ്കിൽ 4 വരും. 4,5ലും 4 വരും. 5,4ലും 4 തന്നെ വരും. 5,5ൽ ഏതാ വരിക? 5 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷനിൽ ടേബിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ്റെ സിമ്പൽ വേറെ ആണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മൂലയ്ക്ക് ആ സിമ്പൽ കൊടുത്തത്. ബാക്കി എലമെൻറ്റ്സ് എല്ലാം അതേപോലെ എഴുതി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഓപ്പറേഷനായിട്ട് എഴുതി അതിനുശേഷം ഇങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ബൈനറി ഓപ്പറേഷൻ്റെ ടേബിൾ വരയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 4th question, consider a binary operation star on the set 1, 2, 3, 4, 5 given by the following table. അപ്പോൾ സ്റ്റാറിൻ്റെ ഡെഫിനേഷൻ അല്ല ഇവിടെ തന്നിരിക്കുന്നത്, ഇവിടെ ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കമ്പ്യൂട്ട് 2 star 3 star 4, കമ്പ്യൂട്ട് 2 star 3 star 4 ആൻഡ് 2 star 3 star 4. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 star 3 star 4, 2 star 3 star 4. അപ്പോൾ 2 star 3 എത്രയാണ്? നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. 2 star 3 1 ആണ്. നിങ്ങൾക്കൊരു സംശയം വരാം, ഇവിടെയാണോ നോക്കേണ്ടത് അത് ഇങ്ങനെയാണോ നോക്കേണ്ടതെന്ന്. രണ്ട് രീതിയിൽ നോക്കിയാലും ഒരേ ഉത്തരം തന്നെ കിട്ടും. കണ്ടില്ലേ? 2 star 3 കണ്ടോ? 2 star 3 വരുമ്പോൾ എത്ര വരിക? 1 ആണ് വരിക. താഴോട്ട് നോക്കിയേ, 2 star 3 1 തന്നെയാണ്. 2നും 3ക്കും നേരെ വരുന്ന നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ 2 star 3 എത്രയാണ്? 1 ആണ്.
1 സ്റ്റാർ 4 എന്ന് വരും. 1 സ്റ്റാർ 4, 2 സ്റ്റാർ 3 1 ആണ്, 1 സ്റ്റാർ 4. അപ്പോൾ 1 സ്റ്റാർ 4 എത്രയാണ്? വീണ്ടും നോക്കാം. 1 സ്റ്റാർ 4 1 തന്നെയാണ്. തിരിച്ചാണെങ്കിലും 1 സ്റ്റാർ 4 1 തന്നെയാണ്. അപ്പോൾ ഉത്തരം എത്രയാണ് വരിക? 1 ആണ് വരിക. ഇനി അതിന് തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സ്റ്റാർ 3 സ്റ്റാർ 4 ആണ്. അപ്പോൾ 2 സ്റ്റാർ 3 സ്റ്റാർ 4, 2 സ്റ്റാർ 3 സ്റ്റാർ 4. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഏതാ ചെയ്യുക? ബ്രാക്കറ്റ് കിടക്കുന്നതാണ് ആദ്യം ചെയ്യുക. 3 സ്റ്റാർ 4 എത്രയാണ്? 3 സ്റ്റാർ 4 1 ആണ്. അപ്പോൾ 2 സ്റ്റാർ 1 വരും. 2 സ്റ്റാർ 1 വരും. 2 സ്റ്റാർ 1 എത്രയാണ്? 2 സ്റ്റാർ 1 1 തന്നെയാണ്. 2 സ്റ്റാർ 1. അപ്പോൾ അതിൻ്റെ ആൻസറും 1 തന്നെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്, ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാൻ ഒരു പാടുമില്ല. കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിളിൻ്റെ ഡയഗണൽ ഒന്ന് നോക്കണം. ഡയഗണൽ, ഈ ഡയഗണൽ എന്ന് പറയുന്നത് നമ്മുടെ മദർ സെറ്റ് ആണെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. നമ്മുടെ മദർ സെറ്റ് എന്താണ്? 1 2 3 4 5 ആണ്. 1 2 3 4 5 ആണ്. 1 2 3 4 5. അപ്പോൾ ഡയഗണൽ നമ്മുടെ സെറ്റ് തന്നെ ആയതുകൊണ്ട് എസ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. എസ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി വേറെ എന്തെങ്കിലും എഴുതണമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എഴുതിയാൽ മതി. ഡയഗണൽ ഈസ് ദ മദർ സെറ്റ്, ഡയഗണൽ ഓഫ് ദ ഓപ്പറേഷൻ ടേബിൾ ഈസ് മദർ സെറ്റ്, സോ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5. അപ്പോൾ അതും സിമ്പിൾ തന്നെയാണ്. ഇങ്ങനെ നോക്കി എഴുതിയാൽ മതി. കമ്പ്യൂട്ട് 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5, 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് 2 സ്റ്റാർ 3 എത്രയാണെന്ന് നോക്കാം. 2 സ്റ്റാർ 3 1 ആണ്. 1 സ്റ്റാർ 4 സ്റ്റാർ 5, 4 സ്റ്റാർ 5 എന്ന് പറയുന്നത് 4 സ്റ്റാർ 5 1 തന്നെയാണതും. അപ്പോൾ 1 സ്റ്റാർ 1 എന്ന് കിട്ടും. 1 സ്റ്റാർ 1 എത്രയാ? അതും ടേബിൾ നോക്കിയാൽ കിട്ടും. 1 സ്റ്റാർ 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ടേബിൾ വരയ്ക്കാനാണെങ്കിലും ടേബിൾ തന്നിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് സ്റ്റാർ ഡാഷ് ബി ദ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് 1 2 3 4 5 ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ഡാഷ് ബി ഈസ് ഈക്വൽ ടു HCF ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എ സ്റ്റാർ ഡാഷ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും HCF ആണ്. ഈസ് ദ ഓപ്പറേഷൻ സ്റ്റാർ ഡാഷ് സെയിം ആസ് ദ ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻഡ് ഇൻ എക്സസൈസ് 4. നമ്മൾ നേരത്തെ ചെയ്ത എക്സസൈസിലെ സ്റ്റാർ തന്നെയാണോ ഇവിടുത്തെ HCF ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന സ്റ്റാർ ഡാഷും ആണോ അല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ എലമെൻസിൻ്റെയും ഈ സ്റ്റാർ ഡാഷ് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ 1 മുതൽ 5 വരെയാണ് നമ്മുടെ എലമെൻറ്റ്സ്. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കാം. 1 സ്റ്റാർ ഡാഷ് 5 ഈസ് ഈക്വൽ ടു 1 സ്റ്റാർ ഡാഷ് 1 ഈസ് ഈക്വൽ ടു 1ൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടറൊക്കെ നമ്മൾ ചെറുതിലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഒന്നിലെയും വലിയ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്താണെങ്കിൽ 1 സ്റ്റാർ ഡാഷ് 2, 2ലെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 സ്റ്റാർ ഡാഷ് 3, 1ലുള്ളത് കോമൺ ഒരു ഫാക്ടറായിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും HCF 1 തന്നെ വരും. 1 സ്റ്റാർ ഡാഷ് 4 എന്ന് പറയുന്നതും 1 തന്നെയാണ്. 1 സ്റ്റാർ ഡാഷ് 5 എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം. 2 സ്റ്റാർ ഡാഷ് 1 എത്രയാണ്? 2ലും 1ലുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. കാരണം 1ന് ഒറ്റ ഫാക്ടറേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 സ്റ്റാർ ഡാഷ് 2 ഈസ് ഈക്വൽ ടു 2 പറയുന്ന നമ്പറിലുള്ള ഏറ്റവും വലിയ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണല്ലേ. അപ്പോൾ 2 സ്റ്റാർ ഡാഷ് 2 ഈസ് ഈക്വൽ ടു 2 സ്റ്റാർ ഡാഷ് 3 ഈസ് ഈക്വൽ ടു 2. കാരണം 3ക്കും 2ക്കും ഇടയിലുള്ളത് 1 ആണ് കേട്ടോ. അപ്പോൾ 1 ആണ്. കാരണം 2ലുള്ളത് 2 ഫാക്ടേഴ്സാണ് 1ഉം 2ഉം. 3ലുള്ളത് 2 ഫാക്ടേഴ്സാണ് 1ഉം 3യും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണ്? 2ലുമുള്ള ഒറ്റ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇനി 2 സ്റ്റാർ ഡാഷ് 4 ആണെങ്കിൽ 2ൻ്റേത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. 4ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉമാണ്. കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണല്ലേ. അപ്പോൾ 2 ആണ്. 2 സ്റ്റാർ ഡാഷ് 5 എന്ന് പറയുന്നത് 1 ആണ്. കാരണം 2ക്കും 5നും 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. 3 സ്റ്റാർ ഡാഷ് 1 ഈസ് ഈക്വൽ ടു 1, 3 സ്റ്റാർ ഡാഷ് 2 ഈസ് ഈക്വൽ ടു 1, 3 സ്റ്റാർ ഡാഷ് 3 ഈസ് ഈക്വൽ ടു 3 കിട്ടും. അത് കഴിഞ്ഞിട്ട് 3 സ്റ്റാർ ഡാഷ് 4 ഈസ് ഈക്വൽ ടു 1, 3 സ്റ്റാർ ഡാഷ് 5 ഈസ് ഈക്വൽ ടു 1. അത് കഴിഞ്ഞ് നമ്മൾ 4 നോക്കുകയാണെങ്കിൽ 4 സ്റ്റാർ ഡാഷ് 1 ഈസ് ഈക്വൽ ടു 1, 4 സ്റ്റാർ ഡാഷ് 2 ഈസ് ഈക്വൽ ടു 2, 4 സ്റ്റാർ ഡാഷ് 3 ഈസ് ഈക്വൽ ടു 1, 4 സ്റ്റാർ ഡാഷ് 4 ഈസ് ഈക്വൽ ടു 4, 4 സ്റ്റാർ ഡാഷ് 5 ഈസ് ഈക്വൽ ടു 1. 5 നോക്കുകയാണെങ്കിലോ 5 സ്റ്റാർ ഡാഷ് 1 ഈസ് ഈക്വൽ ടു 1,
5 star dash 2 is equal to 1, 5 star dash 3 is equal to 1, 5 star dash 4 is equal to 1, 5 star dash 5 is equal to 5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ HCF എഴുതുന്നത്. ഇനി നമ്മളിതിനെ നേരത്തെ ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, 1ൻ്റെ എല്ലാം 1 ആയിരുന്നു അല്ലേ. 1ന് ഇവിടെ മുഴുവൻ 1 ആണ്, താഴെയും മുഴുവൻ 1 ആണ്. 2ൻ്റേത് 2 സ്റ്റാർ 2ഉം 2 സ്റ്റാർ ഡാഷ് 4ഉം മാത്രമാണ് 2, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ബോക്സിലുള്ള അതേപോലെയാണ് മറ്റ് സ്റ്റാർ ഡാഷ് എന്ന് പറയുന്ന ഓപ്പറേഷനും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്റ്റാർ ഡാഷ് എന്ന് പറയുന്നത് സ്റ്റാറിന് സെയിം ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. യെസ് ദ ഓപ്പറേഷൻ star dash is same as star. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് HCF ഓഫ് A star B ആയിരുന്നു എന്ന് കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 6th question, let star be the binary operation on n. Natural numbers ആണ് n. Given by A star B is equal to LCM of A and B. എയുടെയും ബിയുടെയും LCM ആണ് നമ്മുടെ A star B എന്ന് പറയുന്നത്. അപ്പോൾ 5 സബ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തേത് 5 star 7ഉം 20 star 16ഉം കണ്ടുപിടിക്കുക. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ, സ്റ്റാർ അസോസിയേറ്റീവ് ആണോ, സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുക. ഇതിനകത്ത് എന്നിലുള്ള വിച്ച് എലമെൻറ്റ്സ് ഓഫ് എൻ ആർ ഇൻവേർട്ടിബിൾ ഫോർ ദ ഓപ്പറേഷൻ സ്റ്റാർ. ഏതൊക്കെ എലമെൻറ്റ്സിനാണ് ഇൻവേഴ്സ് ഉള്ളത്, അതായത് എല്ലാ എലമെൻറ്റ്സിനും ഇൻവേഴ്സ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ A സ്റ്റാർ B എന്ന് പറയുന്നതും B സ്റ്റാർ A എന്ന് പറയുന്നതും ആൻസർ E വന്നു കഴിഞ്ഞാൽ B എയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എല്ലാ എലമെൻറ്റ്സിനും ഇൻവേഴ്സ് വരണമെന്നില്ല. ഈ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഏതൊക്കെ എലമെൻറ്റ്സിനാണ് ഇൻവേഴ്സ് വരുന്നതെന്ന് കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 5 സ്റ്റാർ 7ഉം ഈ 20 സ്റ്റാർ 16ഉം കണ്ടുപിടിക്കാം. 5 സ്റ്റാർ 7 ഈസ് ഈക്വൽ ടു 5ൻ്റെയും 7ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതാണല്ലോ LCM. അപ്പോൾ 5ൻ്റെയും 7ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 35 ആണ്. കാരണം വേറൊന്നും അതിനകത്ത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ടില്ല. സോ 5 × 7 35 ആണ് ആൻസർ. നമുക്കറിയാം LCM നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, 5,7 എഴുതും, എന്നിട്ട് ഏതെങ്കിലും ഫാക്ടർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ 57 തന്നെയാണ് വരുന്നത്. അപ്പോൾ 5 × 7 35 ആണ് അവിടുത്തെ LCM എന്ന് പറയുന്നത്. അടുത്തത് 20 സ്റ്റാർ 16 ആണ്. 20 സ്റ്റാർ 16 ഈസ് ഈക്വൽ ടു, അവിടെ നമ്മൾ ഇതേപോലെ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യും. 20 16 കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 8 എന്ന് കിട്ടും. 10 8 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 4 എന്ന് കിട്ടും. അപ്പോൾ ഇനി കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ കോമൺ ഫാക്ടർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ നമ്പേഴ്സ് തങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 2 4, 4 × 5 20, 20 × 4 80 ആണ് അവിടുത്തെ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 20 സ്റ്റാർ 16 80 വരും, 5 സ്റ്റാർ 7 35 വരും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ്. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് എങ്ങനെ നോക്കാം, സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ. A സ്റ്റാർ ബിയുടെ ഡെഫിനിഷൻ എന്താണ്, A സ്റ്റാർ ബി എന്ന് പറയുന്നത് LCM ഓഫ് A, B ആണ്. LCM ഓഫ് A, B അല്ലേ. B സ്റ്റാർ A എന്താണ്, B സ്റ്റാർ A എന്ന് പറയുന്നത് LCM ഓഫ് B സ്റ്റാർ A ആണ്. LCM ഓഫ് B, A ആണ്. അപ്പോൾ LCM ഓഫ് A, B, LCM ഓഫ് B, A. നമുക്കറിയാം രണ്ട് നമ്പേഴ്സിൻ്റെ LCM ഇനി തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, A സ്റ്റാർ B ഈസ് ഈക്വൽ ടു B സ്റ്റാർ A. കറക്റ്റ് അല്ലേ. 5 സ്റ്റാർ 7 35 ആണ്. 7 സ്റ്റാർ 5 ആണെങ്കിലും 35 തന്നെയാണ്. 20 സ്റ്റാർ 16 80 ആയിരുന്നു. 16 സ്റ്റാർ 20 എഴുതി കഴിഞ്ഞാലും ഇതേ ഫാക്ടേഴ്സ് തന്നെ വരും. അവസാനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 80 തന്നെ കിട്ടും. അപ്പോൾ A സ്റ്റാർ B ഈസ് ഈക്വൽ ടു B സ്റ്റാർ A ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്റ്റാർ അസോസിയേറ്റീവ് ആണോ എന്നാണ്. സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് എങ്ങനെ നോക്കാം, സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് നോക്കുന്നത് A സ്റ്റാർ B സ്റ്റാർ C. A സ്റ്റാർ B സ്റ്റാർ C ഈസ് ഈക്വൽ ടു A സ്റ്റാർ LCM ഓഫ് B, C അല്ലേ. A സ്റ്റാർ LCM ഓഫ് B, C. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് എയുടെയും B, Cയുടെയും LCM ആയിരിക്കും. അതായത് B, Cയുടെ LCMഉം എയും തമ്മിലുള്ള ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കതിന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് LCM ഓഫ് A, B, C ആയിരിക്കും. LCM ഓഫ് A, B, C. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കൊച്ചു എക്സാമ്പിളൊക്കെ എടുത്ത് പരിചയപ്പെട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആൻസർ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നു A സ്റ്റാർ B
സ്റ്റാർ സി. എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്യുമ്പോൾ ആദ്യം എ സ്റ്റാർ ബി ചെയ്യുന്നു. LCM ഓഫ് എ കോമ ബി, LCM ഓഫ് എ കോമ ബി സ്റ്റാർ സി എന്ന് കിട്ടുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇത് തന്നെയാണ്, LCM ഓഫ് എ കോമ ബി കോമ സി, എ കോമ ബി കോമ സി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. Therefore star is associative. Therefore star is associative. അപ്പോൾ നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ ഇൻ എൻ. ഐഡൻറ്റിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചാൽ, എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ ഈസ് എ ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ. എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണം മാത്രം നോക്കിയാൽ മതി, വേണമെങ്കിൽ രണ്ടും തന്നെ നോക്കാം. കാരണം LCM ഓഫ് എ കോമ ഇയും LCM ഓഫ് ഇ കോമ എയും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. LCM ഓഫ് എ കോമ ഇ ഈസ് ഈക്വൽ ടു എ വരണം അല്ലേ. LCM ഓഫ് എ കോമ ഇ ഈസ് ഈക്വൽ ടു എ വരണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 50 നമ്മുടെ ഒരു നമ്പർ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് 50. 50ൻ്റെ ഏതെങ്കിലും ഒരു നമ്പറും കൂടെ ചേർത്തുള്ള LCM നമ്മൾ നോക്കുമ്പോൾ ആ ഉത്തരം 50 തന്നെ കിട്ടണം. അതായത് രണ്ട് നമ്പറിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 50 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഒരിക്കലും ഓരോ നമ്പർ വരത്തില്ല. അപ്പോൾ എയുടെ ഐഡൻറ്റിറ്റി എ ആണെന്ന് വിചാരിച്ചത്, കാരണം എ സ്റ്റാർ എ എന്ന് പറയുന്നത് എ ആണ്, എയുടെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എ ആണ്. പക്ഷേ ഒരിക്കലും അതേ നമ്പർ തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി വരത്തില്ല. ഐഡൻറ്റിറ്റി ഒരു ഫിക്സഡ് നമ്പറാണ്. അപ്പോൾ 50ൻ്റെ കൂടെ വേറെ ഏത് നമ്പർ കൊടുത്താലാണ് നമുക്ക് LCM 50 തന്നെ കിട്ടുന്നത്? 1 എന്ന് പറയുന്ന നമ്പർ എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ ആണല്ലോ, 1ൻ്റെ മൾട്ടിപ്പിളായിട്ട് എല്ലാ നമ്പേഴ്സും വരും. അപ്പോൾ 50ൻ്റെ ഒന്നിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 50 എന്ന് പറയുന്നത്. അപ്പോൾ 50 സ്റ്റാർ 1 നോക്കിയാൽ എന്താ കിട്ടുക? LCM ഓഫ് 50 ആൻഡ് 1. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 50 തന്നെ ആയിരിക്കും. ഏത് നമ്പറിനോട് 1 LCM കണ്ടു നോക്കിയാൽ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ എത്രയാണ് കിട്ടുക? ഇയുടെ വാല്യൂ 1 ആണ് കിട്ടുക. തിരിച്ച് ഇവിടെ നോക്കിയാലും LCM ഓഫ് ഇ കോമ എ, LCM ഓഫ് ഇ കോമ എ ഈസ് ഈക്വൽ ടു എ വന്നു കഴിഞ്ഞാൽ നമുക്ക് LCM എത്ര തന്നെ കിട്ടും? ഇയുടെ വാല്യൂ, ഐഡൻറ്റിറ്റിയുടെ വാല്യൂ 1 തന്നെ കിട്ടും. ഐഡൻറ്റിറ്റിയുടെ വാല്യൂ നമുക്ക് 1 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, വിച്ച് എലമെൻറ്റ് ഓഫ് എൻ ആർ ഇൻവേർട്ടിബിൾ ഫോർ ദ ഓപ്പറേഷൻ സ്റ്റാർ. വിച്ച് എലമെൻ്റ് ആണ്, ഏത് എലമെൻ്റ് ആണ് ഇൻവേർട്ടിബിൾ? ഒറ്റ എലമെൻറ്റ് ഇൻവേർട്ടിബിൾ ആയിട്ട് ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻവേർട്ടിബിൾ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്നാണ്. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ഒരു നമ്പറിൻ്റെ LCM 1 വരണം. ഒരു നമ്പറിൻ്റെ LCM 1 വരണം. ഇ എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ഒരു നമ്പറിൻ്റെ LCM 1 വരണമെങ്കിൽ ആ നമ്പർ എത്രയായിരിക്കും? ഒരു നമ്പറിൻ്റെ LCM 1 വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ 1 ആയിരിക്കും. കാരണം 1ൻ്റെ മാത്രം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 സ്റ്റാർ 1 മാത്രമേ നമുക്ക് 1 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. അപ്പോൾ എക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ, ഇൻവേഴ്സ് ഉണ്ട് എങ്കിൽ ആ എലമെൻറ്റ് തീർച്ചയായിട്ടും 1 ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇവിടെ ഇൻവേർട്ടിബിൾ ആയ ഒറ്റ എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 7th ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഈ സ്റ്റാർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് 1 2 3 4 5 എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബി എ ബൈനറി ഓപ്പറേഷൻ. ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM ഒരിക്കലും ഇതിനകത്ത് തന്നെ വരണമെന്നില്ല. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ നോക്കുകയാണെങ്കിൽ 3 സ്റ്റാർ 5ൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്? 3 സ്റ്റാർ 5 നമ്മൾ ഇവിടെ ചെയ്തു നോക്കുകയാണെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 3 × 5 മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. 3 × 5 എത്രയാണ്? 15 ആണ്. 3ൻ്റെയും 5ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 15 ആണ്. 15 എന്ന് പറയുന്നത് നമ്മുടെ മദർ സെറ്റിലില്ല. നോട്ട് ബിലോങ്സ് ടു സെറ്റ് 1 2 3 4 5. ഇപ്പോൾ സെറ്റിലില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. LCM ഒക്കെ ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ അത് നാച്ചുറൽ നമ്പറിലോ റിയൽ നമ്പറിലോ ഒക്കെ പറയുന്ന സെറ്റ് ആയിരിക്കണം. ഒരിക്കലും ഒരു ചെറിയ സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിൽ LCM അത് കിട്ടത്തില്ല. കാരണം 3ൻ്റെയും 4ൻ്റെയും LCM എന്ന് പറയുന്നത് 15 ആണ്. 4ഉം 5ഉം ആണെങ്കിൽ 20 ആണ്. 3ഉം 4ഉം ആണെങ്കിൽ 12 ആണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും LCM ഒരിക്കലും ആ സെറ്റിൽ തന്നെ വരണമെന്നില്ല. അതുകൊണ്ട് സ്റ്റാർ ഇവിടെ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. 8th question, let star be the binary operation on
natural numbers defined by A star B is equal to HCF of A and B. ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ സ്റ്റാർ അസോസിയേറ്റീവ് ആണോ? Does there exist identity for this binary operation on n? നാച്ചുറൽ നമ്പറിൽ ഈ ഒരു ബൈനറി ഓപ്പറേഷന് ഐഡൻറ്റിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോന്ന് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. LCM പോലെ തന്നെയാണ് നമ്മൾ HCFും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും. എന്നാലും നമുക്ക് എഴുതി കളയാം. A star B is equal to HCF of A and B. HCF of A and B. B star A ആണെങ്കിലോ B star A is equal to HCF of B and A. A star Bയും B star Aയും സെയിം ആയിരിക്കും. കാരണം HCF of A, B എന്ന് പറഞ്ഞാലും HCF of B and A എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ A star B is equal to B star A. Therefore star is commutative. സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാർ അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ അസോസിയേറ്റീവിനും സെയിം ആൻസർ തന്നെയാണ്. അസോസിയേറ്റീവിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? A star B star C. A star B star C എന്ന് പറയുന്നത് HCF ഓഫ്, മൊത്തത്തിൽ ഞാനങ്ങ് എഴുതുകയാണ്, HCF ഓഫ് A, B, C ആയിരിക്കും. തിരിച്ച് A star B star C എഴുതുകയാണെങ്കിലും ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്, HCF ഓഫ് A, B, C തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A star B star C is equal to A star B star C. Therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. സ്റ്റാർ എന്താണ്? അസോസിയേറ്റീവ് ആണ്. അപ്പോൾ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഐഡൻറ്റിറ്റി ഉണ്ടോ നമുക്ക് നോക്കാം. ഐഡൻറ്റിറ്റിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? A star E is equal to A is equal to E star A. അങ്ങനെ വന്നു കഴിഞ്ഞാൽ E ആണ് നമ്മുടെ എയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. HCF ഓഫ് A and E. HCF ഓഫ് A, E എന്ന് പറയുന്നത്, അതായത് രണ്ട് നമ്പറിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അതേ നമ്പർ തന്നെ വരണം. ഇപ്പോൾ ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു 50 എക്സാമ്പിൾ എടുക്കുകയാണ്. 50യുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 50 തന്നെ വരണമെങ്കിൽ അതിൻ്റെ HCF എന്ന് പറയുന്നത് 50,50 ആയിരിക്കണം. അതല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു നമ്പർ ആയിരിക്കണം. ഒരിക്കലും ഒരേ നമ്പർ തന്നെ എല്ലാ നമ്പേഴ്സിൻ്റെയും HCF അതാക്കത്തില്ല. അതായത് ഇപ്പോൾ E എന്ന് പറയുന്നൊരു സിംഗിൾ നമ്പർ ആണല്ലോ. ഇപ്പോൾ എയുടെ കൂടെ ഇപ്പോൾ A കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എയുടെ HCF എന്താണ്? A തന്നെയാണ്. ഇനി A,2A ചെയ്യുന്നു. അപ്പോൾ A,2A ചെയ്യുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് A തന്നെ വരും. A,2A ചെയ്യുമ്പോൾ അങ്ങനെ എയുടെ മൾട്ടിപ്പിളാണ് അപ്പുറത്ത് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ A വന്നെന്നിരിക്കാം. പക്ഷെ അതിൽ കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരേ നമ്പർ തന്നെ വരണം. ഒരേ നമ്പർ തന്നെ ഒരിക്കലും ഹയസ്റ്റ് കോമൺ ഫാക്ടറായിട്ട് ഇവിടെ വരത്തില്ല. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 വരും. പക്ഷേ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണെങ്കിൽ ഒരിക്കലും അത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? HCF ഓഫ് A, ഈസ് നോട്ട് ഈക്വൽ ടു A. Therefore സ്റ്റാർ ഹാസ് നോ ഐഡൻറ്റിറ്റി. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. HCF എടുത്തു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെ HCF അതേ നമ്പർ തന്നെ വരണമെങ്കിൽ ഒന്നുകിൽ ആ നമ്പർ അത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരെ ആയിരിക്കണം. ഒരു ഫിക്സഡ് നമ്പർ ഒരിക്കലും അതേ നമ്പർ തന്നെ ആക്കത്തില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അവസാന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക് എഡ്യൂടെക്.